കോഴിക്കോടിന്റെ നഗരഹൃദയത്തിൽ 3.5 ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രൗഢഗംഭീരമായ കലാലയമാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ്. ജാതി, മതം, ദാരിദ്ര്യം ഇതൊക്കെ വിദ്യാഭ്യാസത്തിന് വിലങ്ങുതടിയായിരുന്നൊരു കാലഘട്ടത്തിൽ മലബാറിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണിത്. 1848 കല്ലായിൽ ഒരു സ്കൂളായി ആരംഭിക്കപ്പെട്ട ഈ കലാലയം 1909 കോളേജായി ഉയരുന്നത്. 15 വിദ്യാർത്ഥികളാണ് ആദ്യ ബാച്ചിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ പെൺകുട്ടികൾ. സ്വിസ് ജർമ്മൻ അതിർത്തി പ്രദേശത്ത് രൂപം കൊണ്ട ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെയും ജാതിയോ സാമ്പത്തിക നിലയോ നോക്കാതെ ബേസൽ മിഷൻ പ്രവർത്തകർ പ്രവേശിപ്പിച്ചു. ജനകീയ കോളേജായി മാറിയ ഈ കലാലയം 40കളിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏറ്റവും നല്ല ജൂനിയർ കോളേജായി ഉയർന്നു. സാഹിത്യരംഗത്തും പൊതുരംഗത്തും പ്രഗത്ഭരായ അധ്യാപകർ കലാലയത്തിന്റെ പ്രശസ്തി ഉയർത്തി. ഇന്റർമീഡിയറ്റിന് ഫസ്റ്റ് ക്ലാസ്സുകളുടെയും സെക്കൻഡ് ക്ലാസ്സുകളുടെയും പ്രവാഹമുണ്ടായി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിനെ പോലും മലബാർ ക്രിസ്ത്യൻ കോളേജ് പിന്തള്ളിയ കാലമായിരുന്നു അത്. അസ്പൃശ്യരുടെ ആശ്രയ കേന്ദ്രമായിരുന്ന ഈ കോളേജിന്റെ പ്രശസ്തി വർദ്ധിച്ചതോടെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനെത്തി. കല്ലായിൽ 100 കുട്ടികളുമായി 1848 ആരംഭിച്ച സ്കൂളിന്റെ ആദ്യകാലങ്ങൾ അത്ര സുഗമമായി അല്ല നീങ്ങിയത്. കോഴിക്കോട് ആദ്യമായി ഇംഗ്ലീഷ് പഠിപ്പിച്ച സ്കൂളിനെ സംശയദൃഷ്ടിയോടെയാണ് നാട്ടുകാർ കണ്ടത്. വിദേശികൾ വിദേശ ഭാഷ പഠിപ്പിക്കുന്ന വിദ്യാലയം എല്ലാ ജാതിയിൽപ്പെട്ടവരെയും പ്രവേശിപ്പിക്കുന്നു. അത് അന്നത്തെ സവർണ വിഭാഗത്തിന് ഉൾക്കൊള്ളാവുന്നതിലപ്പുറമായിരുന്നു. 1848 മുതൽ 1855 വരെ സ്കൂൾ മാനേജറായിരുന്ന റെവറൻ ജെ ഹബർ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 1934 ഗാന്ധിജി കോഴിക്കോട് സന്ദർശിച്ചപ്പോൾ മലബാർ ക്രിസ്ത്യൻ കോളേജിലും വന്നിട്ടുണ്ട്. ഖസാക്കിന്റെ കഥാകാരൻ ശ്രീ OV വിജയൻ ഇവിടെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പനും സാഹിത്യകാരന്മാരായ ചിന്താ രവിയും KP രാമനുണ്ണിയും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതിപ്രശസ്തരായ അനേകം അധ്യാപകരുടെയും പ്രഗത്ഭ ശിഷ്യരുടെയും കഥകളാണ് ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ ഈ കലാലയത്തിന് നിരത്താനുള്ളത്. മലബാറിനെ ഇന്നത്തെ നിലയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവർ. ഭേദചിന്തയില്ലാതെ എല്ലാവരെയും സ്വീകരിച്ച ഈ കലാലയം സ്ഥാപിക്കാൻ വിദേശ മിഷണറിമാർ എത്തിയില്ലായിരുന്നെങ്കിൽ മലബാറിന്റെ സാംസ്കാരിക ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു.